ഹായ് ഹലോ മക്കളെ, നമ്മുടെ +1 ഫിസിക്സിലെ ഒരു അടിപൊളി ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ. അപ്പൊ ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഉള്ള 2-3 ഡെറിവേഷൻസ് ഉണ്ട്. അതിലൊരെണ്ണം നമ്മൾ ഇതാ ഇപ്പൊ പഠിക്കാൻ പോവാണ്. ഏതാണ് ആ ഡെറിവേഷൻ സർ? വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്. അതായത് നമ്മുടെ ജി എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞു ജി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ സാധനം ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളൊരു ഡെറിവേഷൻ ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് എഴുതാൻ പോകുന്നത് കേട്ടോ. അപ്പൊ 3 മാർക്കിനാണ് സാധാരണ ഇത് ചോദിക്കാറ്. അപ്പൊ അത്രയധികം ഇമ്പോർട്ടൻസ് ഇതിനുണ്ട് എന്നുള്ള കാര്യം ഇവിടെ മക്കൾ ഓർക്കുക. ഈ കാണുന്ന ഈ ഒരു ചുവന്ന ഉണ്ടയാണെന്ന് മക്കളെ നമ്മുടെ എർത്ത്. അപ്പൊ എർത്തിന് ഒരു മാസ് ഉണ്ട്. ആ മാസിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എം എന്ന് വിളിച്ചു. ഈ ക്യാപിറ്റൽ ലെറ്റർ എമ്മിനെ ഞാനിപ്പോ വിളിക്കാൻ പോകുന്നത് വല്യമ്മ എന്നാ വിളിക്കാം. എന്താ വിളിക്കാൻ മക്കളെ? വല്യമ്മ. ഇനി ഇതിന്റെ സർഫസിൽ തന്നെ ആരുണ്ടാവും? ഇതാ ഈ ഒരു വെള്ള ബോളിനെ കാണുന്നുണ്ടോ നിങ്ങൾ? ഞാനിപ്പോ വരച്ചോണ്ടിരിക്കുകയാണ്. ഈ വെള്ള ബോളിന്റെ മാസിനെ ഞാൻ വിളിച്ചു സ്മോൾ ലെറ്റർ എം. പക്ഷെ നമ്മൾ ഇവനെ വിളിക്കുക സ്മോൾ ലെറ്റർ എം എന്നല്ല, കുഞ്ഞമ്മ. അപ്പൊ വല്യമ്മയുണ്ട്, കുഞ്ഞമ്മയുണ്ട്. ഇവനിപ്പോ ഇരിക്കുന്നത് എർത്തിന്റെ സർഫസിലാണ്. എർത്തിന്റെ സർഫസ് എന്ന് പറയുമ്പോൾ ഇവൻ എർത്തിന്റെ സെന്ററിൽ നിന്നും ഈ ഒരു 6 ഡിസ്റ്റൻസ് മുകളിലായിട്ട് ഇവൻ സ്ഥിതി ചെയ്യുന്നു കേട്ടോ. ഇനി ഇവന് ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഞാൻ വിളിച്ചു GS. ഈ GS ന്റെ വാല്യൂ നമുക്കറിയാലോ. എത്രയാണ് മക്കളെ? പറഞ്ഞു. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സർഫസ് ഓഫ് എർത്ത്. ഏതെങ്കിലും ഒരു വസ്തു ഭൂമിയുടെ സർഫസിന്റെ മുകളിലാണ് ഇരിക്കുന്നതെങ്കിൽ അവന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്താ? കുഞ്ഞ് G ഈസ് ഈക്വൽ ടു വലിയ G ഇൻറ്റു വല്യമ്മ ബൈ വലിയ R². സോ സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഈ ഒരു സാധനമല്ല, മറിച്ച് എന്താ വേണ്ടത്? ഇവൻ ഈ എർത്തിന്റെ സർഫസിൽ നിന്നും ഒരു H ഹൈറ്റ് മുകളിലായിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. അപ്പൊ ഇവൻ ഇവിടെ എത്തി നിൽക്കുന്ന സമയത്ത് ഇവൻ ഇവിടെ അനുഭവപ്പെടുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഞാൻ GS എന്ന് വിളിച്ചാൽ പോരല്ലോ, പോരാ. ഇവൻ ഇവിടെ H ഹൈറ്റ് എന്നല്ലേ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവനെ വിളിച്ചു GH. അപ്പൊ എനിക്ക് ഈ GH ആണ് എനിക്കിപ്പോ കണ്ടുപിടിക്കാനുള്ള കാര്യം. എന്റെ മക്കൾ ഓർത്ത് വെക്കുക. ആ GH കണ്ടുപിടിക്കാനുള്ള കുറച്ച് പരാക്രമമാണ് ഈ ഒരു ഡെറിവേഷൻ കേട്ടോ. അപ്പൊ നേരെ നമ്മൾ സമയം കളയുന്നില്ല. ഞാൻ എന്ത് ചെയ്തു? GH ഇക്വേഷൻ എഴുതാൻ ആരംഭിച്ചു. അപ്പൊ എഴുതി വെച്ച മക്കളെ, GH എന്ന് പറയുമ്പോ വലിയ G തന്നെ, വല്യമ്മ തന്നെ. പക്ഷേ R എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഒബ്ജക്റ്റ് ഉള്ളത് എർത്തിന്റെ സർഫസിലല്ലോ. അപ്പൊ R എന്ന് എഴുതിയാൽ പോരെ. ഇപ്പൊ ഉള്ളത് ഇവിടെയാണ്. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ R ആണും ഇവിടുന്ന് മേളിലേക്ക് H ആണ്. അപ്പൊ എത്ര ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് കിട്ടുക? R+H എന്ന് വരും അല്ലേ? ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് ഇപ്പൊ വരാൻ പോകുന്നത് R+H ആണ്. അപ്പൊ ഈ ഒരു R+H എന്ന് പറഞ്ഞാൽ ഞാൻ അടിയിൽ കൊടുക്കാൻ ഞാൻ എന്ത് കൊടുത്തു? R+H ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. സിമ്പിൾ. ഇനി ഈ R+H² ഇങ്ങനെ വെച്ചാൽ പോരാ. അവനെ ഒന്ന് നൈസായിട്ടൊന്ന് മാറ്റണം. എങ്ങോട്ടേക്കാ മാറ്റുക? അതിന് നമ്മളൊരു ഫസ്റ്റ് പഠിക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. നിങ്ങൾ ഓർത്ത് വെക്കണം ഈ സാധനം മക്കളെ. R+H എന്ന് പറയുന്ന ഈ സാധനത്തിനകത്ത് ഞാൻ ഈ R-നെ ഞാൻ കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുക്കാൻ പോവാണ്. എന്താ ചെയ്യണേ? ആ ഒരു R-ല്ലേ അതിന് ഞാൻ പിടിച്ച് വെളിയിലേക്ക് എടുക്കും. അപ്പൊ ബ്രാക്കറ്റിന്റെ വെളിയിലേക്ക് R-നെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റിനകത്ത് പിന്നെ എന്താ ഉള്ളത് നോക്കി? R പോയാൽ പിന്നെ അവിടെ എന്തുണ്ട്? ഒരു 1 ഉണ്ടാവും പ്ലസ്. അപ്പൊ ഈ H-ന്റെ അടുത്ത് എങ്ങനെ സാർ R എടുക്കും? അവിടെ R ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ എടുക്കുക? ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും? ആ H-നെ പിടിച്ച് R-നെ കൊണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. H/R. ഇനി നിങ്ങളൊന്ന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. R × 1 R+. R × H/R എന്ന് പറയുമ്പോൾ R കട്ടായി R+H. ഇതേ സാധനം തന്നെ കിട്ടി അല്ലേ? അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് ഒരു സാധനം ഇല്ലെങ്കിൽ അവൻ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ. പക്ഷെ ഇവിടെ R+H ഹോൾ സ്ക്വയർ ആയിരുന്നു കേട്ടോ. അപ്പൊ ഈ സ്ക്വയർ എന്ത് ചെയ്യണം? ഞാൻ ഈ R² കൊടുക്കണം. ഈ 1+H/R ഹോൾ സ്ക്വയറിനും കൊടുത്തു. ആ സാധനം എടുത്ത് ഞാൻ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ വരിക എന്ന് പറഞ്ഞ മക്കളെ? GH ഈസ് ഈക്വൽ ടു G-യും M-ഉം അതേപോലെ ഉണ്ട് ഡിവൈഡഡ് ബൈ R+H പകരം R² ഇൻറ്റു 1+H/R ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. ഓക്കെ സാർ, മനസ്സിലായി. ഇത്രയും കാര്യം സെറ്റാണ് അല്ലേ? ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടോളാം. ഇനി ചെയ്യാൻ പോകുന്ന പരിപാടി ഈ ഒരു Gm/R² നമ്മൾ എവിടെയോ കുറച്ചു മുമ്പ് കണ്ടു. എന്താ അത്? ഈ Gm/R² എന്ന് പറഞ്ഞാൽ ഈ GS അല്ലേ? നോക്കിയതാ Gm/R². അപ്പൊ ഞാൻ ഈ Gm/R² എന്ന് പറഞ്ഞാൽ ഞാൻ ഈ GS എന്നിട്ട് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അങ്ങനെ കൊടുത്താൽ എന്താ വരിക നോക്കിയതാ? എന്താ സംഭവിക്കുക? അപ്പോ GH ഈസ് ഈക്വൽ ടു GS ഡിവൈഡഡ് ബൈ താഴെ പിന്നെ ആരേ ഉള്ളൂ? 1+H/R ഹോൾ സ്ക്വയർ അല്ലേ? കൊടുത്തു 1+H/R ഹോൾ സ്ക്വയർ. സിമ്പിൾ. ഇനിയോ ഈ 1+H/R ഹോൾ സ്ക്വയർ ഞാൻ മേളിലേക്ക് കൊണ്ടുപോകണം. പക്ഷെ മേളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇപ്പൊ എത്തിയിരിക്കുന്ന ഈ സ്റ്റേജിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും നമുക്ക് വല്ല മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഇവനെ ഞാൻ പിടിച്ച് നൈസായിട്ടൊരു പെട്ടിക്കകത്തിട്ട് കൊടുത്തു. ഓക്കെ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ഫൈനലി എത്താൻ പോകുന്ന ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ എല്ലാ സിറ്റുവേഷനിലും ഉപയോഗിക്കാറില്ല. മറിച്ച് എന്താ ചെയ്യാറ്? ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ ഇവൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഇവിടുന്ന് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന പരിപാടി. പക്ഷേ സാർ അപ്പോൾ നമ്മൾ ചോദിക്കും ഇവിടം വരെ എഴുതി വെച്ചാൽ പോരാ. കാരണം നമുക്ക് ഫുൾ മാർക്ക് ഡെറിവേഷൻ കിട്ടണമെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് കണ്ടീഷൻ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷനിലേക്ക് എത്തിച്ചാലേ നിങ്ങൾക്ക് ഈ ഡെറിവേഷന് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പിൽ ഈ താഴെ ഇരിക്കുന്ന 1+H/R ഹോൾ സ്ക്വയർ ഞാൻ നൈസായിട്ട് മേളിലേക്ക് കൊണ്ടുപോകും. എങ്ങോട്ടേക്കാ? നേരെ ഇങ്ങോട്ട് ഈ GS-ന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ GH ഇവിടെ താഴെയുണ്ട്. ആരാ താഴെയുള്ളത്?
നമ്മുടെ ജി എച്ച് ഇവിടെ താഴെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ജി എച്ചിനെ, സോറി മക്കളെ, ജി എച്ച് അല്ല, ജി എച്ച് ഇവിടെ തന്നെയുണ്ട്. ജി എച്ച് ഈസ് ഈക്വൽ ടു ജി എസ് ബൈ 1+h/r ഹോൾ സ്ക്വയർ ആയിരുന്നു. ഞാൻ അതിനെ നേരെ മേളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എനിക്ക് എന്താ കിട്ടുക? ഒന്ന് വേഗം ആലോചിച്ച് നോക്കി. ആ 1+h/r മേളിലേക്ക് കയറും. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ താഴെയുള്ള സ്ക്വയർ അതേപോലെയാണോ മേളിലേക്ക് പോവുക? അല്ല, 1+h/r അതേപോലെ കയറി. പക്ഷെ ഈ സ്ക്വയർ മേളിലേക്ക് പോകുമ്പോൾ -2 എന്നാവും. വെറും 2 എന്തായിട്ട് മാറും? -2 എന്നാവും. ഇനിയാണ് അടുത്ത സ്റ്റേജ്. നമ്മൾ ആദ്യം ഉപയോഗിച്ച ഐഡന്റിറ്റി ഇവിടെ ഉണ്ടല്ലോ, ഈ ഒരു സാധനം. ഇതിന് പുറമെ നമ്മൾ രണ്ടാമത് പഠിക്കുന്ന ഒരു ഐഡന്റിറ്റി ആണ് എന്ത്? ഇനി പറയാൻ പോകുന്ന സാധനം 1+x ഹോൾ റൈസ് ടു n-നെ എനിക്ക് എങ്ങനെയായിട്ട് എഴുതാം മക്കളെ? 1+nx എന്ന് എഴുതാം. എപ്പോഴും എഴുതാൻ പറ്റുമോ? ഇല്ല സാർ. എപ്പോഴേ പറ്റുള്ളൂ? ഈ എക്സ് എന്ന് പറയുന്ന സാധനം വെരി മച്ച് ലെസ് ദാൻ 1 ആകുമ്പോൾ, അതായത് ഈ എക്സ് എന്ന് പറയുന്ന സാധനം ഈ ഒന്നിനേക്കാൾ വളരെ ചെറുതാണെങ്കിൽ എനിക്ക് ഈ ഒരു സാധനത്തിനെ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അതായത് അതിന്റെ പവർ എടുത്ത് ഈ ഒരു സെക്കൻഡ് ക്വാണ്ടിറ്റി ആയി എക്സിനോട് എനിക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാനുള്ളൊരു പ്രൊവിഷൻ അവിടെ ഉണ്ട്. അപ്പൊ അതേപോലെയാണ് ഇത് ഞാൻ അസ്യൂം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് എഴുതി കൊടുക്കും? ഇവിടെ എന്ന സ്ഥാനത്തുള്ള ഈ -2നെ പിടിച്ച് h/rന്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുക. അപ്പൊ എന്താ വരിക? നിങ്ങളൊന്ന് പറഞ്ഞേ. അപ്പൊ എന്താ സംഭവിക്കാൻ പോവുക? ഇവിടെ കളർ മാറ്റി പിടിക്കാം നമുക്ക്, പറഞ്ഞോ. അപ്പൊ ജി എസ് അതേപോലെ ഉണ്ട്, ജി എസ് അതേപോലെ ഉണ്ട്. പക്ഷേ 1+ന് ശേഷം ഈ -2 വരുന്നുണ്ട്. ആ പ്ലസ് അവിടെ നിന്ന് മാഞ്ഞു പോയി. പിന്നെ എന്തേ ഉള്ളൂ? -2. അപ്പൊ 1 - 2 ഉണ്ട്. ഇനി ഈ h/r കൂടി നമ്മളവിടെ എഴുതി അങ്ങോട്ട് കൊടുത്തു. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പരിപാടി. ഇത്രയേ ഉള്ളൂ. ഇതിനാണോ നമ്മൾ ഈ കണ്ട യുദ്ധം മൊത്തം കഴിച്ചത് എന്നാണ് നിങ്ങളുടെ സംശയമെങ്കിൽ അതെ, ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പൊ ഇനിയുള്ള പരിപാടി നിങ്ങൾ ആലോചിച്ച് നോക്കാം മക്കളെ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് നമ്മളെ കണ്ടീഷൻ പറയുന്നത്? ഇവിടെ എക്സ് എന്ന് പറയുന്ന സാധനം ഈ 1-നേക്കാൾ ചെറുതാന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ എന്താണ് ഈ h/r എന്ന് പറയുന്ന സാധനം ഇവിടെ എന്താണ്? വെരി മച്ച് ലെസ് ദാൻ 1 ആണ്. ഈ r ഉള്ള സാധനത്തിന് ഞാൻ ഈ r-നെ നേരെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എനിക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. അതായത് h ഈസ് വെരി മച്ച് ലെസ് ദാൻ r. അതായത് എർത്തിന്റെ റേഡിയസിനേക്കാൾ ഈ ഹൈറ്റ് എന്ന് പറയുന്ന സാധനം വളരെ ചെറുതാണെങ്കിൽ മാത്രമേ എനിക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ? ഈ ഒരു ഫൈനൽ ഇക്വേഷൻ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാത്ത സാഹചര്യങ്ങളോ? അപ്പൊ ഈ ചെറുതെന്ന് പറയുമ്പോൾ എവിടെയാണ്? എത്രയാണ് ഈ ചെറുത്? ഒരു 10 മീറ്റർ ആണോ? അല്ല, ഒരു 320 കിലോമീറ്റർ വരെ. എത്ര മക്കളെ? അപ് ടു 320 കിലോമീറ്റർ. നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ എർത്തിന്റെ സർഫസിൽ നിന്നും വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ് ഒരു 320 കിലോമീറ്റർ വരെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. പക്ഷെ അതിന്റെ മേളിലേക്ക് നിങ്ങൾക്ക് ഒരു കാലത്ത് ഈ 320 തരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും പറയും 1000 കിലോമീറ്റർ, 2000 കിലോമീറ്റർ, 3000 കിലോമീറ്റർ, 6000 എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുമോ? ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ നിങ്ങൾ ഏത് ഉപയോഗിക്കണം? ഇവനെ ഉപയോഗിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ ഒരു ഇക്വേഷൻ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പൊ ഇവിടെ വരെ എത്തിച്ച് ഈ ഒരു കാര്യം എഴുതി വെക്കാൻ പറ്റിയാൽ ഫുൾ മാർക്ക് കിട്ടി. എത്ര ഇതിന് കിട്ടുന്ന മാർക്ക്? 3 മാർക്കാണ് കിട്ടുക കേട്ടോ. എത്ര? 3 മാർക്കാണ് ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ നിങ്ങൾ അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് പഠിക്കുക. ഇനി ഇതുപോലുള്ള നെക്സ്റ്റ് വീഡിയോയുമായിട്ട് ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് കണ്ടന്റുകളും ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് ആയിട്ട് ഞാൻ വരുന്നുണ്ടാവും. അപ്പൊ നെക്സ്റ്റ് വീഡിയോയ്ക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ മക്കളെ എന്ത് ചെയ്യുക? എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് വീഡിയോക്ക് കാണാം. ടാറ്റ, ബൈ.